വലിയൊരു പെരുന്നാൾ കഴിഞ്ഞിട്ട് ഉള്ള ഞായറാഴ്ചയാണ് ഇന്ന്. പെന്തിക്കോസ്തി പെരുന്നാൾ സഭയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പെരുന്നാളാണ്. സഭ രൂപീകരിക്കപ്പെട്ടതിൻ്റെ അനുസ്മരണ കൂടിയാണ് അന്ന് എന്ന് നമുക്കറിയാം. ഭയവിഹുലരായിരുന്ന, സംശയ ദൃഷ്ടിയോടുകൂടി എല്ലാം കാണുന്ന, വിശ്വാസത്തിൽ ഉറപ്പില്ലായിരുന്ന ഒരു കൂട്ടം ആളുകളെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് സഭയുടെ ആ പുതുക്കം പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തോടുകൂടി ഉണ്ടാക്കി ലോകത്തിൽ സുവിശേഷിക്കുവാനായിട്ട് അയക്കുകയാണ്. ലോകമെങ്ങും നിങ്ങൾ പോയി സുവിശേഷം അറിയിപ്പീൻ എന്ന് വാഗ്ദാനത്തോടു കൂടിയാണ് അവരെ അയക്കുന്നത്. ആ പരിശുദ്ധാത്മാവിൻ്റെ പുതുക്കം പ്രാപിച്ച് നമുക്ക് ആ ശക്തിയോടുകൂടെ ജീവിക്കുവാനായിട്ട് സാധിക്കണം. ഇന്നത്തെ വായനയിൽ നമ്മൾ കണ്ടത് യോഹന്നാൻ സ്നാപകനെ കുറിച്ചുള്ള ഒരു ഉദ്ധരണിയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങളിൽ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് കർത്താവിനോട് ശിഷ്യന്മാർ സംസാരിക്കുന്ന സമയത്ത് യോഹന്നാനെ കുറിച്ചുള്ള കർത്താവിന്റെ സാക്ഷ്യം, സ്ത്രീകളിൽ ജനിച്ചിട്ടുള്ളവരിൽ യോഹന്നാനേക്കാൾ മഹാനായിട്ടുള്ളവരാരുമില്ല. പ്രവാചകന്മാരെ ഉൾക്കൊള്ളിച്ചാ പറയുന്നത്. എന്നാൽ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ പോലും യോഹന്നാനേക്കാൾ വലുതായിരിക്കും. യോഹന്നാനെ താഴ്ത്തിക്കെട്ടിയാണോ ഇവിടെ സംസാരിച്ചതെന്ന് നമുക്കൊരു പക്ഷേ ആദ്യമൊക്കെ വായിക്കുമ്പോൾ തോന്നിപ്പോകും. യോഹന്നാന്റെ സുവിശേഷ വേല മുഴുവനും കർത്താവിന് വേണ്ടിയുള്ളതായിരുന്നു. കർത്താവിൻ്റെ വഴിയൊരുക്കുകയായിരുന്നു യോഹന്നാന്റെ ആ രീതി. യോഹന്നാന്റെ സാക്ഷ്യം കർത്താവിനെ കുറിച്ച് കർത്താവ് കടന്നു പോകുമ്പോൾ പറയുന്നു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ദൈവത്തിൻ്റെ ജീവനുള്ള കുഞ്ഞാടെന്ന് സാക്ഷ്യം പറഞ്ഞ, മറ്റാരേക്കാളും മുമ്പേ സാക്ഷ്യം പറഞ്ഞ് ഒരു പ്രവാചകനായിരുന്നു ഈ യോഹന്നാൻ. അങ്ങനെയുള്ള ഒരു പ്രവാചകന് 2-ാം സ്ഥാനം കൊടുക്കുമോ സ്വർഗരാജ്യത്തിൽ? നമുക്കറിയാൻ പാടില്ല ദൈവം തമ്പുരാൻ എങ്ങനെയൊക്കെയാ ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, ഈ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം വന്നതോടുകൂടി അവർ പുതുജീവനെ പ്രാപിച്ചു, പുതുക്കപ്പെട്ടവരായി തീർന്നു. ഇതാ അത് പുതുതായിരിക്കുന്നു. ആ ഒരു അനുഭവം യോഹന്നാൻ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. അതായത് കർത്താവിൻ്റെ മാമോദീസ, യോഹന്നാൻ മാമോദീസ മുങ്ങിയെങ്കിലും കർത്താവിൻ്റെ മാമോദീസ, അതായത് കർത്താവിനോടുകൂടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന ആ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഇതാ ജീവനുള്ള ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് സാക്ഷിക്കുന്നു. ഇവൻ സാക്ഷാൽ മശിഹ ആണെന്ന് പത്രോസ് ശ്ലീഹായെ കൊണ്ട് പറയിക്കുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും യോഹന്നാൻ സ്നാപകന്റെ ആ സ്ഥാനം ചെറിയതൊന്നുമല്ല. തൻ്റെ ജീവൻ മുഴുവൻ അതിനായിട്ട് ബലിയർപ്പിച്ചവനാണ് ഈ യോഹന്നാൻ സ്നാപകൻ. ഒരു ദൗത്യം കൊടുത്തു, പൂർണ്ണമായിട്ട് അത് നിർവഹിച്ചു. ആരാണ് കർത്താവെന്ന് സംശയമുണ്ടായിട്ട് കർത്താവിനോട് ചോദിക്കാനായിട്ട് ഒരുങ്ങുകയും ചെയ്യുന്നു. നീ മശിഹ ആണോ എന്ന് ചോദിപ്പിക്കുന്നുണ്ട്. കർത്താവ് അതിന് പൂർണ്ണമായിട്ടുള്ളൊരു നല്ല മറുപടി ഒന്നും കൊടുത്തില്ല. ആ ചോദിക്കാനായിട്ട് വന്നവരോട് പറഞ്ഞു, നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനോട് ചെന്ന് പറയാം. യോഹന്നാനെ തടവിലാക്കുന്നു, യോഹന്നാൻ മരിക്കുന്നു. ആ കഥയൊക്കെ നമുക്കറിയാവുന്നതാണ്. കർത്താവിനാൽ അനുഗ്രഹിതരെ, ഈ യോഹന്നാന്റെ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് ഏറ്റവും എളിയ ഒരു വ്യക്തിയായിട്ടാണ്. താഴേക്കിറങ്ങിച്ചെന്ന് ദൈവത്തിൻ്റെ വേല മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരാൾ.
അതിന് എന്ത് ശിക്ഷയും അനുഭവിക്കാൻ തയ്യാറാണെന്നുള്ള നിലയിൽ നിന്ന ഒരു വ്യക്തി അങ്ങനെ തന്നെ ശിക്ഷ അനുഭവിച്ചു. നന്മയ്ക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി വേദന അനുഭവിച്ചു മരിച്ചു, കഴുത്തറക്കപ്പെട്ടു. സ്വർഗരാജ്യം ഇല്ലാതെ വരുമോ? അങ്ങനെ ഒരാൾക്ക് സ്വർഗരാജ്യം ഇല്ലാതെ വരുമോ? ദൈവം തമ്പുരാനാണ് ഏറ്റവും വലിയ ജഡ്ജ്. യോഹന്നാനേക്കാൾ മഹാൻ വേറെ ആരും ഉണ്ടായിട്ടില്ല. പ്രവാചകന്മാർ, അനേക പ്രവാചകന്മാരുണ്ടെങ്കിലും. കാരണം യോഹന്നാൻ മനുഷ്യനിൽ നിന്ന് ജനിച്ചു, ദൈവം തമ്പുരാൻ ജനിച്ചത് പിതാവിൽ നിന്നായിരുന്നു. വ്യത്യാസം അവിടെയുണ്ട്. ആ പിതാവിൽ നിന്നുള്ള ജനനമാണ് പരിശുദ്ധാത്മാവിലൂടെ നമുക്കെല്ലാവർക്കും ലഭിച്ചിരിക്കുന്നത്. സ്ലീഹന്മാരിലൂടെ, ആ കൈവപ്പ് മൂലം, ആ ബാപ്റ്റിസം മൂലം നമുക്കെല്ലാവർക്കും ലഭിച്ചിരിക്കുന്നത്. യോഹന്നാൻ അത് ലഭിച്ചിട്ടില്ലാത്തതുകൊണ്ട് മനുഷ്യരിൽ ഏറ്റവും അവൻ വലിയവനാണ്. സ്വർഗരാജ്യത്തിൽ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞില്ലല്ലോ? പറഞ്ഞു ഇല്ല. നല്ലവനായി ദൈവത്തിന് വേണ്ടി ജീവിച്ചുകൊണ്ട് അവനും സ്വർഗരാജ്യത്തിലാണ് എന്നുള്ളൊരു സൂചനയാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. കർത്താവിനാൽ അനുഗ്രഹീതരെ, ജീവൻ പോയാലും വേണ്ടിയില്ല, എൻ്റെ കർത്താവിനെ ഞാൻ സാക്ഷിക്കുമെന്നുള്ള നിലയിൽ അവൻ്റെ വഴിയൊരുക്കുകയായിരുന്നു ഈ യോഹന്നാൻ ചെയ്തത്. യോഹന്നാൻ വാസ്തവത്തിൽ നമുക്കൊരു മാതൃകയാണ്, വിശ്വാസത്തിൻ്റെ ഒരു മാതൃകയാണ്, ധൈര്യത്തിൻ്റെ ഒരു മാതൃകയാണ്. കർത്താവിനെ സുവിശേഷിക്കുവാൻ തക്കവണ്ണം യാതൊരു മടിയുമില്ലാത്ത ഒരു അനുഭവമാണ്. ഒരിക്കലും ഒരു സ്കൂളിൽ, സിസ്റ്റേഴ്സ് പഠിപ്പിക്കുന്ന ഒരു സ്കൂളിൽ, കിൻഡർ ഗാർഡൻ ക്ലാസ്സിൽ 5 വയസ്സൊക്കെ ഉള്ള പിള്ളേർ, അവർക്ക് ഒരു ഡ്രോയിങ്, ഒരു പിക്ചർ വരയ്ക്കാനായിട്ട് കൊടുത്തു. ഒരു കഥ പറഞ്ഞിട്ട് സിസ്റ്റർ പറഞ്ഞു, ഇതിന്റെ പടം നിങ്ങൾ വരയ്ക്കണം. കഥ ഇങ്ങനായിരുന്നു: ഒരു ഉറുമ്പും ഒരു ഗ്രാസ് ഹോപ്പറും. വിട്ടിലെന്ന് നമ്മൾ പറയും. ഒരു ഉറുമ്പിന്റെയും ഒരു ഗ്രാസ് ഹോപ്പറിന്റെയും കൂടെ കഥയാ, കേട്ടിട്ടുണ്ടായിരിക്കും. ഉറുമ്പിനെ കുറിച്ച് ഈ സിസ്റ്റർ ഒത്തിരി വർണ്ണിച്ചു. ഉറുമ്പ് മഴക്കാലത്ത് ആഹാരം കഴിക്കാൻ വേണ്ടി വേനൽക്കാലത്ത് ഈ ആഹാരമൊക്കെ സംഭരിച്ചു വെക്കും. ഈ വിട്ടിലിന്റെ പരിപാടി എന്നാ? ഓരോ ഇലയിൽ ഇങ്ങനെ മാറി മാറി നടക്കും. പക്ഷെ മഴ വരുമ്പം ഒന്നും കഴിക്കാൻ കാണുകയില്ല. അപ്പോൾ അങ്ങനെ ഈ വീട്ടില് മരിച്ചു പോകും. അപ്പൊ അധ്വാനിക്കണം എന്നുള്ള ഒരു പാഠമാണ് പഠിപ്പിക്കുവാനായിട്ട് ഈ സിസ്റ്റർ ഉദ്ദേശിച്ചത്. അതിനെക്കുറിച്ചുള്ളൊരു പിക്ചറൊക്കെ വരയ്ക്കാൻ പറഞ്ഞു. കുട്ടികൾ പിക്ചറൊക്കെ വരച്ചു. സിസ്റ്റർ ഓരോരുത്തരുടെയും പിക്ചർ ഇങ്ങനെ പോയി നോക്കി, പോയി കണ്ടു. ഒരു കുട്ടിയുടെ അടുക്ക വന്നപ്പോൾ സിസ്റ്റർ ആ പടം പേപ്പർ വാങ്ങിച്ചിട്ട് നോക്കിയിട്ട് അവൻ അതിൽ ഒരു കുരിശ് വരച്ചു വെച്ചിരിക്കുകയാണ്. ഇതെന്താണെന്ന് അപ്പോൾ സിസ്റ്ററോട് താഴെ എഴുതിയിരിക്കുന്നത്, ഞാൻ എൻ്റെ കമൻറ്റ് താഴെ എഴുതിയിട്ടുണ്ട് സിസ്റ്റർ എന്ന് പറഞ്ഞു. സിസ്റ്റർ വായിച്ചു: ഹി എംപ്റ്റീഡ് ഹിംസെൽഫ് ആൻഡ് ഡൈഡ് ഫോർ ദ ഹ്യൂമൻ, ഡൈഡ് ഓൺ ദ ക്രോസ്. ഒരു കുരിശ് വരച്ചു വെച്ചു. എന്തുവാ? ഈ ഉറുമ്പിന് ആഹാരം അധ്വാനിച്ച് ആഹാരം ശേഖരിച്ചു വെച്ചു. മഴക്കാലം വന്നപ്പോൾ അത് കുത്തിയിരുന്ന ആഹാരം കഴിച്ചു, അങ്ങനെ രക്ഷപ്പെട്ടു. വീട്ടില് ആഹാരം കഴിക്കാനായിട്ട് കിട്ടാതെ വന്നു മഴക്കാലത്ത്, അത് അങ്ങനെ ചത്തു എന്നുള്ള പടമായിരുന്നു വരയ്ക്കേണ്ടത്. ഇവിടെ ഈ കുട്ടി ചെയ്തിരിക്കുന്നത് എന്താണെന്ന് അറിയാവോ? ഉറുമ്പ് ശേഖരിച്ച ആഹാരം ഈ വീട്ടിലിന് കൊടുത്തിട്ട് ആഹാരമില്ലാതെ ഈ ഉറുമ്പ് മരിച്ചു. വാട്ട് എ സ്റ്റോറി കണക്റ്റഡ് വിത്ത് ദാറ്റ്. അവൻ സുവിശേഷം കേട്ടതിന്റെ ഗുണമാണ്. ആഹാരം ശേഖരിച്ചു വെച്ചത് അവനവനും വീട്ടിലുള്ളവർക്കും കഴിക്കാൻ വേണ്ടിയല്ലേ ഇവിടെ ചെയ്തത്. അവന്റെ ആഹാരം മുഴുവൻ വീട്ടിലിന് കൊടുത്തിട്ട് അവൻ ആഹാരമില്ലാതെ മരിച്ചു. അതിന് അവൻ വരച്ചു വെച്ചത് കർത്താവിന്റെ കുരിശ്. ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. മനുഷ്യർക്ക് വേണ്ടി എല്ലാം വെടിഞ്ഞു, എല്ലാം ത്യജിച്ചു. എല്ലാവർക്കും വേണ്ടി അവൻ മരിച്ചു. എല്ലാവർക്കും എല്ലാം കൊടുത്തിട്ട് മരിച്ചു. എല്ലാ സുഭിക്ഷതയും എല്ലാവർക്കും കൊടുത്തിട്ട് മരിച്ചു. അതാണ് കർത്താവിൻ്റെ കുരിശിൻ്റെ ആ വലിയ സാക്ഷി. നാം നമുക്ക് വേണ്ടി കരുതുന്നു, നമുക്ക് വേണ്ടി ചിന്തിക്കുന്നു, നമുക്ക് വേണ്ടി ആകുലതപ്പെടുന്നു, ഒരുപാട് മനപ്രയാസം അനുഭവിക്കുന്നവരാണ്. ഞാനും നമ്മുടെ അച്ഛനും കൂടെ ഒരിക്കൽ ഒരു യാത്ര പോകുമ്പോൾ ഒരു ഫോൺ കോൾ വന്നു. ഒരാൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറയുകയാണ്, ഒത്തിരി സ്നേഹസല്ലാപമൊക്കെ കഴിഞ്ഞിട്ട്, എൻ്റെ ടെസ്റ്റ് കഴിഞ്ഞാൽ അത് പോസിറ്റീവാണ്.
കുറേ നേരത്തേക്ക് യാതൊരു അനക്കവുമില്ല. അത് കഴിഞ്ഞിട്ട് വളരെയേറെ ഘനമുള്ള ശബ്ദത്തിൽ, വിഷമമുള്ള ശബ്ദത്തിൽ സംസാരിക്കാൻ ഒരുങ്ങിയപ്പം അച്ഛൻ പറഞ്ഞു, ആൻറ്റി വിഷമിക്കണ്ട, ദൈവം കൂടെയുണ്ട്, ദൈവം നമുക്ക് സാക്ഷിയാണ്, ദൈവം നമ്മളെ ബലപ്പെടുത്തും. കർത്താവിനാൽ അനുഗ്രഹീതരെ വേദനയും പ്രയാസവും വരുമ്പോൾ ആശ്വാസത്തിൻ്റെ ഒരു വാക്ക് നമുക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കുമോ? ഭാരപ്പെടുന്നവരുടെ ആ ചുമട് ഒന്ന് താങ്ങിക്കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ? ഒരു കാലത്ത് ചുമട്ട് താങ്ങി എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടായിരുന്നു നാട്ടിലൊക്കെ. ഒത്തിരി ചുമടുമായിട്ട് ഇങ്ങനെ എല്ലാവരും പോവുകയാണല്ലോ, കാളവണ്ടിയാലോ അല്ലെങ്കിൽ എടുത്തോണ്ട് പോവുക. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അവർക്കൊന്ന് ആശ്വസിക്കാൻ വേണ്ടി ചുമട്ട് താങ്ങി 2 കല്ലിങ്ങനെ നാട്ടി വെച്ചിട്ട് അതിന്റെ മുകളിൽ വേറൊരു കല്ല് വെച്ചേക്കും. ഈ ചുമട് അങ്ങോട്ട് ഡയറക്റ്റ് ഇറക്കി വെക്കും. ക്ഷീണമൊക്കെ മാറിക്കഴിയുമ്പോൾ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചുമട്ട് താങ്ങിയായി. നമ്മെ അവൻ കൈകളിൽ വഹിച്ചു. നമ്മുടെ ഭാരങ്ങളെയെല്ലാം അവൻ ചുമന്നു. നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി. അവൻ്റെ അവസാനത്തെ തുള്ളി രക്തം പോലും നമുക്ക് വേണ്ടി ചിന്തി. ആ ഒരു വലിയ സാക്ഷ്യം നമുക്ക് ലോകത്തിന് കൊടുക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് വരുമ്പോൾ നമുക്ക് കർത്താവിനെ സാക്ഷിക്കാൻ സാധിക്കും. അതുവരെയും നമുക്കുണ്ടാകുന്നത് ഭൗതികമായ ഭാരങ്ങളും പ്രയാസങ്ങളുമായിരിക്കും. പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ നിറഞ്ഞ് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഞങ്ങളുടെ കരങ്ങളെ ഒരുക്കിക്കൊള്ളണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നന്മ കൊണ്ട് നമ്മളെ നിറയ്ക്കട്ടെ.